കൊരിന്ത്യർ 2-11. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. ഹല്ലേലൂയ. എങ്ങനെയാണ് പിശാച് നമ്മളെ തോൽപ്പിക്കുന്നത്? ഹല്ലേലൂയ. സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായി സാത്താൻ നമ്മളെ തോൽപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവകൃപയും ദൈവികമായിരിക്കുന്ന പദ്ധതിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ സാത്താന് ആ വ്യക്തിയെ ഭയമാണ്. സാത്താൻ വ്യക്തിയെ ഭയമാണ്. അപ്പോൾ സാത്താനോട് എതിർത്ത് നിൽക്കത്തക്കവണ്ണം പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ ജീവിതവും ഉണ്ടെങ്കിൽ ഒരിക്കലും സാത്താൻ അടുത്തു വരത്തില്ല. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. സാത്താൻ ഒരു വ്യക്തിയെയും, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയെയും സാത്താന് തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. സാത്താൻ തന്ത്രങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇവിടെ അക്കമിട്ട് പറയുകയാണെങ്കിൽ വിശ്വാസികളുടെ ജീവിതം തകർക്കുക, സഭയെ നശിപ്പിക്കുക. സഭയെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു സഭ ഇല്ലാതാക്കുന്നുവെങ്കിൽ ദേശത്ത് ആത്മാക്കൾ രക്ഷിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഈ ദേശത്തിലെ അന്ധകാരങ്ങൾക്ക് കുടിയിരിക്കുവാൻ കഴിയത്തില്ല. ഒരു ദേശത്ത് ഒരു ആലയമുണ്ടെങ്കിൽ ആ ആലയത്തിൽ ആരാധനയും ഹല്ലേലൂയയും സ്തോത്രവും ഹല്ലേലൂയ ആലയത്തിൽ നിന്ന് ഉയരുമ്പോൾ ഈ ദേശാന്തര ശക്തികൾക്ക് ഈ ദേശത്തിരിക്കുവാൻ കഴിയത്തില്ല. ഈ ദേശത്തെ അടക്കിയമാണ് ചിലരെ രോഗിയാക്കുന്ന, ചിലരെ ബന്ധിക്കുന്ന, ചില നന്മ കാണുവാൻ കഴിയാതെ, മക്കളെ വിവാഹം നടത്തുവാൻ കഴിയാതെ, കുടുംബത്തിൽ നന്മ കാണുവാൻ കഴിയാതെ വണ്ണം ഒതുക്കി വെക്കുന്ന ചില ദേശാന്തര ശക്തികൾ, ചില അന്ധകാര മണ്ഡലങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന സഭയിൽ ആത്മാവിൽ ആരാധിക്കുന്ന സഭയുണ്ടെങ്കിൽ ദേശത്തിന്റെ അധിപതികൾ ദേശത്തിൽ നിന്ന് ഇളകി മാറുവാനിടയായിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? സാത്താൻ ആഗ്രഹിക്കുന്നത് സാത്താനും അവന്റെ ദൂതന്മാരും കിടക്കുന്ന കിടാത്ത തീയിലും ചാകാത്ത പുഴുവിലും ഓരോ വ്യക്തികളെയും കൊണ്ടുവന്നു ആക്കുവാൻ വേണ്ടി അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ഊടാടി സഞ്ചരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെ മനസ്സിലെ ദൈവമില്ല എന്ന് പറഞ്ഞ്, ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളില്ല എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ആത്മഹത്യ ജീവിതം നശിപ്പിച്ച് ആത്മഹത്യ പ്രേരണകൾ കൊണ്ടുവന്ന് കുടുംബജീവിതം ഇല്ലാതാക്കി, മക്കളുടെ ജീവിതം ഇല്ലാതാക്കി, ഭവനത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അറുക്കുന്ന മുടിക്കുന്ന കുടുംബത്തെ ഇല്ലാതാക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ആത്മാവിനും സത്യത്തിനും ആത്മാവിക്കുന്ന ആരാധിക്കുന്ന സഭയുണ്ടെങ്കിൽ ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓടി മറയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള സഭ ഒരു ദേശത്തുണ്ടെങ്കിൽ കടന്നു വരുന്ന ജനം അനുഗ്രഹിക്കപ്പെടും, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, പോരാ ദേശം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ദേശത്തിന്റെ അധിപതികൾക്ക് ഇവിടെ ഇരിക്കുവാൻ കഴിയത്തില്ല, ഇളകി മാറുവാനിടയായിത്തീരും, അത്ഭുതങ്ങൾ പൊട്ടിക്കൊടുപ്പെടുവാനിടയായിത്തീരും. സാത്താന്റെ വലിയ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളിക്കും അല്ലേ? 1 ദിനവൃത്താന്തം 21-1 അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റിട്ട് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിപ്പിച്ചു. ദാവീദ് ദൈവകൃപയുള്ളവനായിരുന്നു. അവൻ രാജാവാകുന്നതിന് മുമ്പേ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ ദൈവമായിട്ടൊരു വലിയ ബന്ധമുള്ളവനായിരുന്നു. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധമുള്ളവൻ രാജപദവിയിലെത്തി ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാജഭരണം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ അവന്റെ ഹൃദയത്തെ തടഞ്ഞ് എന്താണോ ചെയ്യരുത് അത് ചെയ്യത്തക്കവണ്ണം ഹൃദയത്തെ സാത്താൻ വിളനിലമാക്കി മാറ്റുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ,
നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങൾ കണ്ടതാണ്, ദൈവകൃപയിൽ നിറഞ്ഞതാണ്, ദൈവവുമായിട്ടുള്ളൊരു വലിയ ബന്ധമുള്ളവരാണ്. ആ ബന്ധമുണ്ടെങ്കിൽ പലപ്പോഴും സകലതും നേടിയതിന് ശേഷം ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കഴിയാതെ വണ്ണം നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികളെ മാറ്റിവെക്കുന്നുവെങ്കിൽ നിശ്ചയമായി സാത്താൻ്റെ അകമ്പടികൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ അറിയാതെ കയറി വരും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ട് നന്മകളും അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളൊക്കെ കുമിഞ്ഞുകൂടുമ്പോൾ ദൈവകൃപയിൽ നിന്ന് അകന്നു മാറി പോകുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ സാത്താൻ ആ വിഷയത്തിൽ അവകാശം പറഞ്ഞു വരികയാണ്. സകല കുടുംബങ്ങൾക്കും എല്ലാ മേഖലയിലും വിശാലതയുണ്ട്, ഭൗതിക നന്മയുണ്ട്. എങ്കിലും ആത്മീയ നന്മകൾ അവരിൽ നിന്ന് അറിയാതെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പഴയ കാലം പോലെയല്ല, സകല നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ ഭവനങ്ങളിലുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്? 3 നേരം മൃഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോൾ പഴയ കാലങ്ങളിൽ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഈ സന്ദർഭങ്ങളിൽ എത്ര പേര് ജീവനുള്ള ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നുണ്ട്? നമ്മൾ അറിയാതെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. അത് സാത്താന് പലപ്പോഴും ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ഭൗതിക നന്മയല്ല അനുഗ്രഹം, മറിച്ച് ഉള്ള നന്മ ദൈവകൃപയോടെ സന്തോഷത്തോടെ അനുഭവിച്ച് മുൻപോട്ട് പോകുന്നതാണ് നന്മയെന്ന് പറയുന്നത്. നമുക്കറിയാം, കോടിക്കണക്കിന് ആസ്തികളുള്ള കുടുംബങ്ങൾ എത്രയോ ഉണ്ട്. ആ കുടുംബങ്ങളിൽ സമാധാനമുണ്ടോ? ആ കുടുംബങ്ങളിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ? അവരുടെ മക്കൾ നീതിയായ പാതകൾ നടക്കുന്നുണ്ടോ? ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ദാവീദ് ഒരു യുദ്ധസന്നാഹത്തോടുകൂടി ആയിരിക്കുന്ന മണ്ഡലത്തിൽ തൻ്റെ ആയുധബലം കൊണ്ടും പടനായകന്മാരുടെ കരുത്തും കൊണ്ടുമല്ല ദേശം സംരക്ഷിക്കപ്പെടുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സംരക്ഷണമാണ്. ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലനത്തിലാണ് ദാവീദിന്റെ രാജ്യം മുൻപോട്ട് പോകുന്നത് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ഹൃദയത്തെ സാത്താന്റെ വിളംബരമാക്കി മാറ്റി. സ്വന്തം കരുത്തിൽ അവൻ ഊന്നുവാനിടയായി തീർന്നു, ജനത്തെ എണ്ണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദ് തന്റെ വീരന്മാരുടെ എണ്ണം അറിയുവാൻ താല്പര്യമുണ്ടായി. ഹല്ലേലൂയ. അപ്പൊ ഇതുവരെയൊക്കെ നടത്തിയത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. തനിക്കൊരു പങ്കുമില്ല എന്നുള്ള വിശ്വാസമല്ല, തൻ്റെ ദേശത്തുള്ള ആരോഗ്യമുള്ള ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ബലത്തെ പരീക്ഷിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ എന്താ സംഭവിച്ചേ? ഗാദ് എന്ന പ്രവാചകൻ വന്നിട്ട് ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ ദേശത്ത് കടന്നു വരാൻ പോകുകയാണ്. തോന്നിച്ചു ദൈവത്തിന്റെ കോപം. പലപ്പോഴും ദൈവത്തിന്റെ കോപം നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നമ്മളിലുണ്ട്. കാട്ടിൽ ആടി മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്നുകൊണ്ട് സ്വന്തം ബലത്തിൽ, ആയുധ ബലത്തിലും കായിക ബലത്തിലും ഊന്നിക്കൊണ്ട് ജനത്തെ എണ്ണുവാൻ പദ്ധതിയിട്ടപ്പോൾ ഹല്ലേലൂയ, ഗാദ് എന്ന പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, ദൈവത്തിന്റെ കോപം നിന്റെ ദേശത്തേക്ക് ഇറങ്ങാൻ പോകുകയാ. 3 ഓപ്ഷൻ തരികയാണ്. ക്ഷാമം വേണോ? ശത്രുക്കളാൽ സംഹാരം വേണോ? അതോ ദേശത്ത് മഹാമാരി വേണോ? ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അയ്യോ ദൈവത്തിൽ നിന്ന് അകന്നു പോയല്ലോ, പ്രാർത്ഥന ഇല്ലാതെ പോയല്ലോ, ഉപവാസം ഇല്ലാതെ പോയല്ലോ, ആരാധന ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞൊരു വേദനയുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ സകല വിഷയത്തിനും പരിഹാരം ക്രിസ്തുവിലുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലുതല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാലും ഹല്ലേലൂയ, മടങ്ങി വരവൊരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, പണ്ടത്തെ പോലെ ഒരു കാലത്തിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
നിശ്ചയമായി സകല സാത്താൻ അവകാശം പറഞ്ഞ് മാറ്റിവെച്ച ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അവകാശം പറഞ്ഞ് മാറ്റിവെച്ച് ഇതെന്റേതാണ്, ഈ നന്മ കാണത്തില്ല, ഈ അനുഗ്രഹം കാണത്തില്ല, ഈ വാഗ്ദത്തം കാണത്തില്ല, ഈ ദൈവപ്രവൃത്തി കാണത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഒരു വലിയ മടങ്ങി വരവുണ്ടെങ്കിൽ നാളുകളായി അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നീക്കുപോക്ക് ദൈവത്തിന്റെ കരത്തിലുണ്ട്. ഹല്ലേലൂയ. ദാവീദ് പറയുക, ഞാൻ വലിയ കഷ്ടത്തിലായി, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എങ്കിലും ഞാൻ യഹോവയുടെ കരത്തിൽ വീഴുന്നതാണ് നല്ലത്. നന്മയുടെ പുറകെ ജനമോടുമ്പോൾ നന്മ എവിടുന്നാന്നുള്ളത് ഇയ്യോബിന് മനസ്സിലായി. സാത്താൻ പറയുന്ന കാര്യം നമ്മൾ 10-ാം വാക്യത്തിൽ വായിച്ചത്. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്ന നീ അവന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലേ? ഹല്ലേലൂയ. സാത്താൻ നോക്കുമ്പോൾ സാത്താൻ ഇയ്യോബിന്റെ ഭവനത്തിൽ കയറുവാൻ കഴിയാതെ വേലി കെട്ടി അവരെ കുടുംബത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ 3 വേലികളാണ്. പലരുടെയും ജീവിതത്തിൽ വീടിന് ചുറ്റും വേലിയുണ്ട്, വസ്തുവകകൾക്ക് ചുറ്റും വേലിയില്ല. അതുകൊണ്ടല്ലേ സാമ്പത്തിക കടബാധ്യതയല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത്, നമ്മുടെ കുടുംബത്തിലെ മക്കള്, നമ്മൾ ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എല്ലാത്തിനും ചുറ്റും ഒരു വേലി ഉണ്ടാകും. ഇയ്യോബിന്റെ മക്കൾക്ക് ചുറ്റും ഒരു വേലി ഉണ്ടായിരുന്നത് എങ്ങനെയാ? മക്കളെങ്ങാനും പാപം ചെയ്യുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നമേ ഒരു യാഗം കഴിക്കുന്ന പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇയ്യോബിന് ചുറ്റും വേലി ഉണ്ടായിരുന്നു, ഇയ്യോബിന്റെ വീടിന് ചുറ്റും വേലി ഉണ്ടായിരുന്നു, ഇയ്യോബിന്റെ വസ്തുക്കൾക്ക് ചുറ്റും വേലി ഉണ്ടായിരുന്നു. ആ വേലി മാറ്റിയപ്പോ എന്താ സംഭവിച്ചേ? ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു ഇയ്യോബിന്റെ ജീവനെ മാത്രം എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ഇയ്യോബിന്റെ ശരീരത്തെ വരെ തൊട്ടു. ഇയ്യോബിന്റെ ഭവനത്തിന്റെ വേലി മാറ്റിയപ്പോൾ കുടുംബത്തെ നശിപ്പിച്ചു, കുടുംബത്തിലുള്ള ജോലിക്കാരെ നശിപ്പിച്ചു, നന്മയെ നശിപ്പിച്ചു. ഹല്ലേലൂയ. അവന്റെ ആയുസ്സിന് മാത്രം വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അവന്റെ ശരീരത്തെയും ബാധിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവന്റെ ജീവന് മാത്രം അനുവാദം കൊടുക്കാത്തത് കൊണ്ട് ജീവനോടെ നിന്നുകൊണ്ട് ദൈവം വലിയവനെന്ന് പറയുവാനിടയായി തീർന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമുക്ക് ചുറ്റും നമ്മളറിയാതൊരു വേലിയുണ്ട്. ഹല്ലേലൂയ. ദൈവിക സംരക്ഷണയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ ദൈവത്തെ സ്തുതിച്ചോ, എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ, ഹല്ലേലൂയ, ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും ദാവീദ് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഒരു വലിയ മടങ്ങിയ വരവ് ഈ ദാവീദിന്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് ദാവീദ് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മുന്നേറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിലും ഇയ്യോബിന് ചുറ്റും വേലി ഉണ്ടായിരുന്നു, ഇയ്യോബിന്റെ വസ്തുവകൾക്ക് ചുറ്റും വേലി ഉണ്ടായിരുന്നു, ഉള്ള മക്കൾക്ക് ചുറ്റും 3 വേലി ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആ 3 വേലിയും മാറ്റിക്കളഞ്ഞപ്പോൾ ഇയ്യോബിന്റെ ജീവനെ മാത്രം തുടരുത് എന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന അതാതുപടി ജീവനൊന്നും സംഭവിക്കാതെ വണ്ണം ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി നിന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ആ ദൈവത്തിന്റെ കരുണയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ദൈവിക സംരക്ഷണമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ അത്ഭുതങ്ങളില്ലാതെ ഒരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ദൈവിക സംരക്ഷണം നിന്റെ ഭവനത്തിന് ചുറ്റുമുണ്ടെങ്കിൽ, നിന്റെ മക്കൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, നിന്റെ വസ്തുക്കൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കോ നിന്നെയോ നിന്റെ വസ്തുവകകളെയോ നിന്റെ നന്മയോ നിന്റെ മക്കളെയോ നശിപ്പിക്കുവാൻ ഇടയാകാതെ വണ്ണം ദൈവിക കൃപ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാമല്ലോ.